BMW HP4 Rise, BMW M1000RR, BMW Motorrad Concept RR ഇവർക്ക് മൂന്ന് പേർക്കുള്ളത് ഒറ്റ DNA BMW S1000RR. ഇതിനെ ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ ഇന്റലിജൻസ് എന്ന് തന്നെ പറയാം. പാബ്ലോ പിക്കാസിയുടെ ക്യൂബിസം ആർട്ട് പോലെ അസിമെട്രിക്കൽ ഡിസൈനിൽ 2009 ലോഞ്ച് ചെയ്തത്. സെയിം ടൈമിൽ വേൾഡ് സൂപ്പർ ബൈക്ക് ചാമ്പ്യൻഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ജാപ്പനീസ് പ്രാക്സ്. 2009 ലീൻ ആംഗിൾ സെൻസിറ്റീവ് ട്രാക്ഷൻ കൺട്രോൾ ഈ ലോകത്തിലെ തന്നെ സൂപ്പർ ബൈക്ക് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ്. BMW S1000RRൽ സ്റ്റോപ്പ് ചെയ്യാണ്ട് നെക്സ്റ്റ് അവര് BMW HP4 റൈസ് ലോഞ്ച് ചെയ്തു. പൈലറ്റ് എങ്ങനെ ഫൈറ്റർ ജെറ്റ് ടെസ്റ്റ് ചെയ്യോ അതുപോലെ ഈ ബൈക്ക് ട്രാക്കിൽ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഏകദേശം 750 യൂണിറ്റ്സ് ആണ് ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഇന്ത്യൻ പ്രൈസിംഗ് 1 crore. റീസൺ MotoGPയിലുള്ള അതേ ടെക്നോളജി ആൻഡ് റിനോവേഷന് വേണ്ടി. ഈ ന്യൂജൻ BMW S1000RRന്റെ ഡിസൈൻ ബൈക്കിന്റെ രൂപത്തിൽ ഫൈറ്റർ ജെറ്റ്, ബൈക്കിന്റെ ടെക്നോളജി നോക്കുമ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ, ബൈക്കിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ട്രാക്ക് മിസൈൽ, ഇതിന്റെ ഒരു പടി മുകളിൽ ഡിസൈൻ ചെയ്തതാണ് BMW M1000RR. ലിയാനാർഡോ ഡാവിഞ്ചി ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിൽ പെയിന്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലൊരു ഫ്രണ്ടൽ ഡിസൈൻ ഇത് ലോഞ്ച് ആയതിനു ശേഷം വേൾഡ് സൂപ്പർ ബൈക്ക് റേസിംഗിൽ നമ്പർ 1 പ്ലേസ് BMW. എയറോഡൈനാമിക് ഡിസൈൻ മുതൽ എന്നും നമ്മൾ കാണുന്ന M പെർഫോമൻസ് DNA വരെയും ഇറ്റ്സ് എ സിംബൽ ഓഫ് പ്യുവർ ഡൊമിനൻസ്. ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക.